ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭാരതത്തിന്റെ അഭിമാന നിമിഷമായ റിപ്പബ്ലിക് ദിനത്തെക്കുറിച്ചാണ്. 1947-ൽ നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമായി മാറിയത് 1950 ജനുവരി 26-നാണ്. ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന ആ ദിവസമാണ് ഇന്ത്യ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി ലോകത്തിനു മുന്നിൽ ഉദിച്ചുയർന്നത്. 1930-ൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച പൂർണ്ണ സ്വരാജ് പ്രമേയത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ തീയതി തിരഞ്ഞെടുത്തത്. ആദ്യത്തെ റിപ്പബ്ലിക് ദിനത്തിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മുതൽ തുടങ്ങിയതാണ് ലോക നേതാക്കളെ അതിഥികളായി ക്ഷണിക്കുന്ന ആ വലിയ പാരമ്പര്യം. ഈ പാരമ്പര്യം പരിശോധിച്ചാൽ 1950-ൽ ആദ്യ അതിഥിയായി എത്തിയത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുകാർണോ ആയിരുന്നു. തുടർന്ന് 1951-ൽ നേപ്പാളിലെ രാജാവ് ത്രിഭുവൻ ബീർ ബിക്രം ഷായും 1954-ൽ ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ദോർജി വാങ്ചുക്കും എത്തി. 1955-ൽ പാകിസ്ഥാൻ ഗവർണർ ജനറൽ മാലിക് ഗുലാം മുഹമ്മദ് പങ്കെടുത്തു. 1956-ൽ യുകെയിലെ ചാൻസലർ ആർ.എ. ബട്ട്ലറും ജപ്പാനിലെ ചീഫ് ജസ്റ്റിസ് കൊതാരോ തനാഗയും അതിഥികളായി. 1957-ൽ സോവിയറ്റ് യൂണിയൻ പ്രതിരോധ മന്ത്രി ജോർജി ഷൂക്കോവും 1958-ൽ ചൈനയിലെ മാർഷൽ യെ ജിയാനിങ്ങും പരേഡിന് സാക്ഷ്യം വഹിച്ചു. 1959-ൽ യുകെയിലെ എഡിൻബറോ പ്രഭു ഫിലിപ്പ് രാജകുമാരനും 1960-ൽ സോവിയറ്റ് പ്രസിഡന്റ് ക്ലിമന്റ് വൊരോഷിലോവും എത്തി. 1961-ൽ എലിസബത്ത് രാജ്ഞി രണ്ടാം പരേഡിലെ സാന്നിധ്യമായി. തുടർന്ന് ഡെൻമാർക്ക് പ്രധാനമന്ത്രി വിഗ്ഗോ കമ്പുമാൻ 1962-ൽ, കംബോഡിയ രാജാവ് നൊറോദോം സിഹാനുക് 1963-ൽ, ബ്രിട്ടീഷ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ലൂയി മൗണ്ട് ബാറ്റൺ 1964-ൽ, പാകിസ്ഥാൻ മന്ത്രി റാണ അബ്ദുൽ ഹമീദ് 1965-ൽ എന്നിവർ അതിഥികളായി എത്തി. 1967-ൽ അഫ്ഗാനിസ്ഥാൻ രാജാവ് മുഹമ്മദ് സഹീർ ഷായും 1968-ൽ സോവിയറ്റ് പ്രധാനമന്ത്രി അലക്സി കൊസിജിനും യൂഗോസ്ലാവിയൻ പ്രസിഡന്റ് ടിറ്റോയും എത്തി. 1969-ൽ ബൾഗേറിയൻ പ്രധാനമന്ത്രി ടോഡോർ ഷിവ്കോവും 1970-ൽ ബെൽജിയത്തിലെ ബോഡുവിൻ രാജാവും പങ്കെടുത്തു. 1971-ൽ ടാൻസാനിയൻ പ്രസിഡന്റ് ജൂലിയസ് നൈരേരയും 1972-ൽ മൗറീഷ്യസ് പ്രധാനമന്ത്രി സിവുസാഗുർ രാംഗൂലവും അതിഥികളായി. തുടർന്നുള്ള വർഷങ്ങളിൽ സയർ പ്രസിഡന്റ് മൊബുട്ടു സെസെ സെക്കോ 1973-ൽ, ശ്രീലങ്കൻ പ്രധാനമന്ത്രി സിരിമാവോ ബണ്ടാരനായകെ 1974-ൽ, സാംബിയൻ പ്രസിഡന്റ് കെന്നത്ത് കൗണ്ട 1975-ൽ, ഫ്രഞ്ച് പ്രധാനമന്ത്രി ജാക്കിസ് ചിറാക്